ഹായ്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള LDC മാത്രമല്ല, ഈ പറഞ്ഞ 10th ലെവൽ ആണെങ്കിലും 12th ആണെങ്കിലും ഡിഗ്രി ലെവലിനകത്തും ഉള്ളൊരു സെക്ഷനാണിത്. ഈ പറഞ്ഞിട്ടുള്ള കലാകായിക സാഹിത്യ എന്നൊരു സെക്ഷൻ, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നൊരു സെക്ഷൻ എല്ലാത്തിനകത്തും സിലബസിനകത്ത് ഉള്ളതാണ്. അപ്പം നമുക്ക് ഇന്ന് LDCക്ക് വേണ്ടിയിട്ട് ഇപ്പം 2023 2024 വരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നൊരു സെക്ഷനകത്തുള്ള സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് മുമ്പിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഞാൻ അതിന്റെ സിലബസ് കാണിച്ചു തരാം. പിന്നെ 5 മാർക്കേ ഉള്ളൂ ഈ സംഭവത്തിന്. പക്ഷെ നോക്കി, ഈ സിലബസ് ഒത്തിരി വലുതാണ് കേട്ടോ. ഇത്രയും ഇതിന്റെ സിലബസ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ കലയ്ക്കകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻ, കായികത്തിനകത്തു നിന്നാണ് കുറെ ഏറെ, കായികം എന്നൊരു സെക്ഷനകത്തു നിന്ന് ഇപ്പൊ ഇവര് റിപ്പീറ്റ് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു കളി ഒരു എന്താണ് ഒരു സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് കൊടുക്കുക, അത് ഏതിനാ ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫി കൊടുക്കുക, അല്ലെങ്കിൽ ടൂർണമെന്റ് കൊടുക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പം കോമൺ കാണുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഒളിമ്പിക്സും അതുപോലെ തന്നെ ഏതെങ്കിലും എന്താണ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂർണമെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് കായികത്തിന് അത് പഠിക്കുക. അത് കൂടാതെ തന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അവാർഡ്സ് ഉണ്ടല്ലോ, ആ അവാർഡ്സ് പഠിക്കേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള അവാർഡ്സ് എല്ലാം പഠിക്കേണ്ടി വരും. അതാണ് ഈ പറഞ്ഞ കായികം എന്നുള്ള സെക്ഷൻ പറയുമ്പോഴത്തേക്കിന്. കല എന്നുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലുള്ള കുറെ ആൾക്കാരുടെ പേര് പഠിക്കേണ്ടി വരും. കല എന്നുള്ള സെക്ഷൻ പഠിക്കാനാണെങ്കിൽ 5 മാർക്കേ ഉള്ളൂ മൊത്തത്തിനും കൂടെ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. എന്നിട്ട് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് ആൾക്കാരുടെ പേര് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വ്യക്തികളും ഇപ്പോൾ ഓടക്കുഴൽ വായിക്കുന്നവരുടെ പേര്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കഥകളി ആൾക്കാരുടെ പേര്, അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പഠിച്ചു തീരാൻ സാധ്യത കുറവാണ്. അതാണ് കലയ്ക്കകത്തുള്ള സെക്ഷൻ. പിന്നെ കായികം, അതിനും സാഹിത്യം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ എളുപ്പം ഈ സാഹിത്യം എന്നുള്ള സെക്ഷനാണ്. കാര്യം ഈ പറഞ്ഞ കഥാപാത്രം, കൃതികൾ എന്നുള്ള സെക്ഷന്, പ്രശസ്തമായ വരികള്, എഴുത്തുകാര, തൂലികാനാമങ്ങളൊക്കെ എളുപ്പമാണ്. എഴുത്തുകാരൻ, തൂലികാനാമം, അപരനാമം എന്നൊക്കെ പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതുപോലെ കഥാപാത്രങ്ങൾ, കൃതികൾ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കും. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അവാർഡ്സ് കിട്ടുന്ന നോവൽസ് ഒക്കെ ആണ്. അപ്പൊ അതിന്റെ കഥാപാത്രങ്ങളുടെ പേരൊക്കെ ജസ്റ്റ് നോത്തിരിക്കുക കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ എന്താണ് പത്രപ്രവർത്തനം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ സിനിമയ്ക്കകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. മലയാള സിനിമയ്ക്കകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ സിനിമയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജ്ഞാനപീഠങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചാണ്. പക്ഷെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. എഴുത്തുകാർ, തൂലിക നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. കഥാപാത്രങ്ങൾ, കൃതികളും ചോദിക്കും. അവാർഡും ബഹുമതികളും അത് കുറച്ചുണ്ട്, കുറച്ച് നല്ല കുറെ ഏറെ ഉണ്ട്. ഈ പറഞ്ഞ വയലാർ അവാർഡ്, അങ്ങനെ കുറഞ്ഞ് കുറെ അവാർഡുകൾ പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം ഇത് പഠിച്ചു പോവാനേ. പിന്നെ സംസ്കാരത്തിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ബുക്കുകളുടെയൊക്കെ പേര് ചോദിക്കാറുണ്ട് സാധാരണ കേട്ടോ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള സംഭവം, അതൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നുള്ള സെക്ഷനെ. നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സേ പറയത്തുള്ളൂ. കാര്യം ഇത് ഒത്തിരി വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഇന്നതെ പഠിക്കാവൂന്ന് പറയാനും ഒക്കത്തില്ല കേട്ടോ. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഏറ്റവും റീസെന്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. LSCSന്റെ തേർഡ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതാണ് ഈ 2 ക്വസ്റ്റ്യനും കേട്ടോ. LSCSന്റെ തേർഡ് ഫേസിനകത്തുള്ള ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനും നോക്കുക. LSCSന്റെ ക്വസ്റ്റ്യൻ LDC ചോദിക്കുന്നു ചോദിച്ചാൽ നമുക്ക് LSCSന്റെ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് LDCക്ക് മെയിൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ LSCSന്റെ ഒക്കെ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം നോക്കി, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ പൈതൃക പട്ടികയ്ക്കകത്തുനിന്ന് കേരളത്തിനകത്ത് 2 ദൃശ്യകലയാണ് ഉള്ളത്. ഒരെണ്ണം 2008 ആഡ് ചെയ്തും ഒരെണ്ണം 2010 ആഡ് ചെയ്തതുമാണ്. പറയാമോ ഏതാണെന്ന്? ആൻസർ പറയാമോ? ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള കൂടിയാട്ടവും മുടിയേറ്റുമാണ് എന്ത് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആഡ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റുമാണ് എന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് എന്താണ് കൂടിയാട്ടമാണ് എന്ത് 2008 യുനെസ്കോയുടെ പൈതൃകത്തിൽ ആഡ് ചെയ്ത് കൂടിയാട്ടമാണ്. അത് കഴിഞ്ഞാണ് മുടിയേറ്റ് 2010 ആഡ് ചെയ്യുന്ന ഓർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, കേരളത്തിൽ നിന്ന് കൂടിയാട്ടവും മുടിയേറ്റും മാത്രമേ എവിടെയുള്ളൂ? യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളൂ. ഇതാണ് ഇതിനകത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലുള്ള ഫുൾ ലിസ്റ്റ് ആണ് കേട്ടോ. ഇത് നോക്കി, ഈ പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ കണ്ടോ,
ഇത് കണ്ടോ, ഈ പറഞ്ഞ ഗാർബ എന്നുള്ള സംഭവം ഏത് സംസ്ഥാനത്തെ കലയാണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. കാര്യം 2023 ഈ പറഞ്ഞ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്ത സംഭവമാണ് ഗാർബ എന്നുള്ള സംഭവം. അത് ഗുജറാത്തിലാണ് എന്നുള്ള ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അത് റീസെന്റ് ആയിട്ട് ഗാർബ എന്നുള്ളത് ഏത് സംസ്ഥാനത്തിലുള്ള സംഭവമാണ് ചോദിച്ചത്. ഗാർബ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പുതിയ കലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാന്ന് പഠിച്ചു പോകുന്ന നല്ലതായിരിക്കും. കാര്യം അവിടുന്ന് കറണ്ട് അഫയർ വയ്ക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് കൂടിയാട്ടും പിന്നെ മുടിയേറ്റുമാണ്. കൂടി 2008 മുടിയേറ്റ് 2010 നോക്കിയത് കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയിട്ടുള്ള ആധികാരിക ഗ്രന്ഥം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കൂടിയാട്ടത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയെന്ന് പറയാൻ ഏതാണെന്ന്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ നാട്യശാസ്ത്രമൊക്കെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അത് കേട്ടോ. നോക്കി നമുക്കറിയാം, ഈ തപ്തി സംവരണമാണ് എന്ത് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയിട്ടുള്ള ബുക്ക് ഏതാണ്? തപ്തി സംവരണമാണെന്ന് നോക്കിക്കുക. ഈ പറഞ്ഞിട്ടുള്ള തപതി സംവരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആരുടെയാണ്? കുലശേഖര വർമ്മയുടെയാണ്. കുലശേഖര വർമ്മയാണ് ഈ തപ്തി സംവരണം അല്ലെ തപതി സംവരണം എന്നുള്ള കൂടിയാട്ടം പ്രതിപാദിച്ചിരിക്കുന്ന ബുക്ക് ആരുടെയാണ്? നമ്മുടെ കുലശേഖര വർമ്മയുടെയാണ് നോക്കിക്കുക കേട്ടോ. കുലശേഖര വർമ്മയുടെയാണ് എന്ത് തപതി സംവരണം എന്നുള്ള ബുക്ക്. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, യുനെസ്കോ പൈതൃക പട്ടികയ്ക്കകത്ത് രണ്ടെണ്ണ കേരളത്തിൽ നിന്നുള്ള എന്തൊക്കെയാണ്? നമ്മുടെ കൂടിയാട്ടവും മുടിയേറ്റുമാണ്. കൂടിയാട്ട് 2008 മുടിയേറ്റ് 2010 യുനെസ്കോ ലിസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയിരിക്കുക. ഞാൻ ഈ PDF തരുമ്പം ഇതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. നോക്കുക, ഇതെല്ലാം ഉണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും LSCSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതാണ്. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് ആദ്യം മാർച്ച് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ഒളിമ്പിക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. ഇപ്പൊ നടക്കാൻ പോകുന്ന അപ്പോൾ ഓർത്തിരിക്കുക, ഇതിനകത്ത് സമ്മർ ഒളിമ്പിക്സും ഉണ്ട്, വിന്റർ ഒളിമ്പിക്സും ഉണ്ട് കേട്ടോ. സമ്മർ ഒളിമ്പിക്സും ഉണ്ട്, വിന്റർ ഒളിമ്പിക്സും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പാരീസ് വെച്ച് നടക്കാൻ പോകുന്നത് സമ്മർ ഒളിമ്പിക്സ് ആണ് കേട്ടോ. പാരീസ് വെച്ച് നടക്കാൻ പോകുന്നത് സമ്മർ ഒളിമ്പിക്സ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ വിന്റർ ഒളിമ്പിക്സ് വരുന്നുണ്ട്. വിന്റർ ഒളിമ്പിക്സിന്റെ വെന്യൂ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. സമ്മർ ഒളിമ്പിക്സിന്റെ ഇപ്പോഴത്തെ വെന്യൂ ആണ് എന്ത്? 2024 വെന്യൂ ആണ് പാരീസ്. 2025 എന്ത് നടക്കാൻ പോകുന്നത്? വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഗ്രീസ് ആണ്. ഗ്രീസ് ആണ്. ഏത് ഒളിമ്പിക്സ് എടുത്താലും അതിന് ഇനാഗുറേഷനിൽ മാർച്ച് പാസ്റ്റ് നടത്തുമ്പോൾ ആദ്യം മാർച്ച് ചെയ്യുന്നത് ആരാണ്? ഗ്രീസിലാണ് കേട്ടോ. ഗ്രീസിലുള്ള ടീമായിരിക്കും, ഗ്രീസിന്റെ ടീമായിരിക്കും ആദ്യം മാർച്ച് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണ് നമുക്കറിയാം. ഈ പറഞ്ഞ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് 1896 എന്ത് നമ്മുടെ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഒരു മോഡേൺ ഒളിമ്പിക്സ് നടക്കുന്നത് 1896 അത് ഏജൻസി വെച്ചിട്ടാണ്. അപ്പൊ ഏജൻസി വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഗ്രീസ് ആണ് എപ്പോഴും എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഒളിമ്പിക്സിൽ ഇനാഗുറേഷൻ സെറിമണിയിൽ ആദ്യം മാർച്ച് ചെയ്യുന്ന ഗ്രീസ് ആണ്. ലാസ്റ്റ് മാർച്ച് ചെയ്യുന്നത് ആരായിരിക്കും? ആ ഹോസ്റ്റ് കൺട്രി ആയിരിക്കും ലാസ്റ്റ് മാർച്ച്. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും ലാസ്റ്റ് നടക്കാൻ പോകുന്നത് ഫ്രാൻസിന്റെ ടീമായിട്ട് നോക്കുകയാണ് കേട്ടോ. ഫ്രാൻസിന്റെ ടീമായിട്ട് നോക്കിയിരിക്കുക. ബാക്കി എല്ലാ ടീമും ആൽഫബറ്റിക് ഓർഡറിലാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ ഈ ഒളിമ്പിക്സിനെ കുറിച്ച് ആദ്യം ഇന്ത്യക്കൊപ്പം അതൊന്നും പറയുന്നില്ല. കാര്യം ആദ്യമായി പഠിക്കുന്നവർക്ക് ഇതെല്ലാം ഓർത്തിക്കത്തില്ല. അതുകൊണ്ട് ഓർത്തിരിക്കുക, ജസ്റ്റ് ഓർത്തിരിക്കുക. ആദ്യം ഒളിമ്പിക്സ് 1896 നടക്കുന്ന മോഡേൺ ഒളിമ്പിക്സ് ഗ്രീസിലാണ്. ഗ്രീസിന്റെ ടീം ആയിരിക്കും ആദ്യം നടക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഹോസ്റ്റ് ടീമാണ് നോക്കിക്കുക. ബാക്കിയെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ്. സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇപ്പം 2024 നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? പാരീസിലാണ് നോക്കിയാണ് കേട്ടോ. പാരീസിൽ വെച്ചിട്ടാണ് സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നുള്ള കാര്യം മറന്നു ഓർത്തിക്കുക കേട്ടോ. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ 2024 നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് അസോസിയേഷനെ അവരുടെ പാർട്ണർഷിപ്പ് ബാങ്കിങ് പാർട്ണർഷിപ്പ് ഒഫീഷ്യൽ ബാങ്കിങ് പാർട്ണറായിട്ട് ഇപ്പം അനൗൺസ് ചെയ്തത് ആരെയാണ്? യെസ് ബാങ്ക് ആണ് കേട്ടോ. യെസ് ബാങ്ക് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിന്റെ ഒഫീഷ്യൽ ബാങ്കിങ് പാർട്ണർ ആരാണ്? യെസ് ബാങ്ക് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ 2024 ഒളിമ്പിക്സിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് 5 ഗെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവരിനി ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാം. കാര്യം ഇത് എന്താണ് ഇതിപ്പം ഒരു കറണ്ട് അഫയർ ആയിട്ട് വന്ന സംഭവം ആയതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യത ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ബ്രേക്കിങ്ങും സർഫിങ്ങും സ്കേറ്റ് ബോർഡിങ്ങും സ്പോർട്ട് ക്ലൈംബിങ്ങും എന്താണ് അവരെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സ്പോർട്സുകളാണ് നോക്കുന്നത് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള 4 അഡീഷണൽ സ്പോർട്സ് ഐറ്റംസ് ഇതിനകത്ത് ആഡ് ചെയ്തത് കേട്ടോ. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ഇതും രണ്ടും LSTSന്റെ ക്വസ്റ്റൻ തന്നെയാണ്. ഈ രണ്ട് ക്വസ്റ്റൻ LSTSന്റെ ആയിരുന്നു. നോക്കി, ഡേവിസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം ഇതാണ് പറഞ്ഞ കപ്പും സ്പോർട്സ് എന്നുള്ള സെക്ഷനകത്തുള്ളതാണ് ഈ പറഞ്ഞ സംഭവം. ഇനി അതേ ക്വസ്റ്റന് താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി, ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞാൽ ടെന്നീസിനകത്തുള്ളതാണ്. ഡേവിസ് കപ്പ് എവിടെയാണ്? ടെന്നീസിനകത്തുള്ളതാണ്. ഈ പറഞ്ഞ ക്രിക്കറ്റിന്റെ മിക്കവാറും സ്പോർട്ടിംഗ് ഇവന്റ്സ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ പറഞ്ഞ ബാഡ്മിന്റന്റെയും ബാസ്കറ്റ് ബോളിന്റെയും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട് കുറേ എണ്ണം. ഒക്കുന്ന പോലെ കുറച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. ചിലപ്പോൾ ഒന്ന് ഓർത്തിരുന്നാലും അവിടെ ഇരിക്കും കേട്ടോ. ഇനി തൊട്ട് ക്വസ്റ്റൻ നോക്കി, താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും വിംബിൾട്ടണും ഡേവിസ് കപ്പും എന്ത് തന്നെയാണ്. ഇതെല്ലാം ടെന്നീസ് ആണ്. പക്ഷെ ഇത് ഡേവിസ് കപ്പ് ആണ് എന്ത് ഒറ്റയാൻ. കാര്യം ഈ പറഞ്ഞ ഫ്രഞ്ചും US വിംബിൾട്ടണും ഓസ്ട്രേലിയൻ ഓപ്പണും ഉണ്ട്. അതെല്ലാം ഗ്രാൻഡ് സ്ലാംസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഗ്രാൻഡ് സ്ലാംസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ടെന്നീസിനകത്ത് ഇത്രയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ. ഡേവിസ് കപ്പ് ഗ്രാൻഡ് സ്ലാം അല്ല. അതുകൊണ്ടാണ് ഈ ടെന്നീസിനകത്ത് ഉണ്ടായിട്ട് പോലും ഡേവിസ് കപ്പിനകത്ത് ഓടായിട്ട് വരുന്നത് കേട്ടോ. തെറ്റിക്കരുത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്നീസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇത് കണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഈ ടെന്നീസ് ഇത്രയുണ്ട്. നമ്മുടെ ടേബിൾ ടെന്നീസിന്റെയും ടൂർണമെന്റ്സിന്റെ പേരൊന്ന് നോക്കി. ഫസ്റ്റിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. പിന്നെ നമുക്കുള്ളത് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം ഈ സ്പോർട്സ് കാണുന്നത് എല്ലാം അറിയാവുന്നതാണ്. ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും വിംബിൾഡൺ എന്നുള്ള സെക്ഷൻ. അത് കൂടാതെ വരുന്നതാണ് നമ്മുടെ ഡേവിസ് കപ്പ് എന്നുള്ളത് കേട്ടോ. ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞാൽ ടെന്നീസിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സംഭവമാണെന്ന് ഓർത്തിരിക്കുക. അത് കൂടാതെ ഇത് നോക്കുക, ഓർക്കാൻ ഒക്കെ നോക്കുക. ഹെയിംഗൻസ് കപ്പ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ടെന്നീസിനകത്ത് വരുന്നതാണ്. ഇത് ടേബിൾ ടെന്നീസ് അല്ല, നോർമൽ ടെന്നീസ് ആണ്. ഈ ടേബിൾ ടെന്നീസിന്റെ ഈ പറഞ്ഞിട്ടുള്ള 3 ടൂർണമെന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നോക്കുക, ബാമ ബെല്ല കപ്പ് ഉണ്ട്, ട്രാവൻകൂർ കപ്പ് വുമൺ നമ്മുടെ ഇവിടെ നടക്കുന്നതാണ്. അതുപോലെ സ്വാത്ലിംഗ് കപ്പും ഓർത്തിരിക്കുക കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പറഞ്ഞ ട്രാവൻകൂർ കപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ ടെന്നീസ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ട്രാവൻകൂർ കപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ ടെന്നീസ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ക്രിക്കറ്റ് ഞാൻ ആഡ് ചെയ്തില്ല. ക്രിക്കറ്റിന്റെ മിക്കവരെല്ലാം പറയുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നോക്കി, ഇനിയുള്ളത് ബാഡ്മിന്റണും ബാസ്കറ്റ് ബോളുമാണ്. നോക്കി, ഇതൊന്ന് പഠിക്കാൻ വെക്കുമോ നോക്കുക. വായിച്ച് കാണാൻ പഠിക്കുമെന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫീസ് ആണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്ന് നോക്കുക. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ കപ്പ്, നോക്കി, യൂറോപ്യൻ കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മേയേഴ്സ് കപ്പ്, ചൈന കപ്പ്, അങ്ങനത്തെ കേസുകൾ ഓർത്തിരിക്കുക കേട്ടോ. അത് പിന്നെന്താണ്, ഷാഫി ഖുറേഷി കപ്പ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക, ഒന്ന് ഓർത്തിരിക്കുക. യൂറോപ്യൻ കപ്പ് ഉണ്ട്, മേയേഴ്സ് കപ്പ് ഉണ്ട്, ചൈന കപ്പ് ഉണ്ട്, ഷാഫി ഖുറേഷി കപ്പ്. ഇതെല്ലാം ബാഡ്മിന്റണായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഓർത്തിരിക്കുക. ഇനി ബാസ്കറ്റ് ബോളിനകത്ത് ഫെഡറേഷൻ കപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫെഡറേഷൻ കപ്പ് ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ടോൾ മെമ്മോറിയൽ കപ്പ്, വില്യം കപ്പ്, അങ്ങനത്തെ കുറെ സെക്ഷൻസ് ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ഓർത്തിരിക്കുമ്പോൾ നോക്കുക. ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാമേ. അപ്പൊ അതാണ് ഈ സംഭവമേ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് തൂലികാ നാമങ്ങൾ ഒരു സെക്ഷൻ അകത്തുള്ളതാണ്. ഞാൻ ഒരു ജസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും തൂലികാ നാമങ്ങളേ ഉള്ളൂ. ഇത്രയുമേ ചോദിച്ചിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ള ടോട്ടൽ തൂലികാ നാമങ്ങളാണ് ഇത്രയൊക്കെയാണ്. ഇത് മൊത്തം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തൂലികാ നാമങ്ങൾ എന്നുള്ള സെക്ഷനകത്ത് ഫുൾ മാർക്ക് കിട്ടും. നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷമായിട്ട് PSC എഴുതുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണാറില്ല കേട്ടോ. അതുകൊണ്ട് പുതിയതായിട്ട് പഠിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. 2-3 പ്രാവശ്യം വായിക്കുന്നത് ഓർത്തിരിക്കുമേ. ക്വസ്റ്റ്യൻ നോക്കി, നന്ദനാർ എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നന്ദനാർ എന്നുള്ളത് ആരുടെ തൂലികാനാമമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ ആരാണ് നന്ദനാർ എന്ന് പറഞ്ഞാൽ PC ഗോപാലനാണ് കേട്ടോ. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? PC ഗോപാലനാണ് എന്ന് ഓർത്തിരിക്കുക. നന്ദനാർ എന്ന് പറഞ്ഞാൽ PC ഗോപാലന്റെ തൂലികാനാമമാണ് നന്ദനാർ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ PC കുട്ടിക്കൃഷ്ണൻ ആരുടെ തൂലികാനാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ ആരുടെ തൂലികാനാമമാണ്? ഉറൂബിന്റെ തൂലികാനാമമാണെന്ത്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബിന്റെ തൂലികാനാമമാണെന്ത്? PC കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഗോവിന്ദ പിഷാരടി എന്ന് പറഞ്ഞാൽ ചെറുകാടിന്റെ തൂലികാനാമമാണ്. എന്താണ്? ചെറുകാടിന്റെ തൂലികാനാമമാണ് എന്ത്? ഗോവിന്ദ പിഷാരടി എന്നുള്ളത് ചെറുകാടാണ് കേട്ടോ. ഗോവിന്ദ പിഷാരയുടെ തൂലികാനാമമാണ് ചെറുകാട് എന്ന് പറഞ്ഞാല്. PC ഗോപാലന്റെ തൂലികാനാമമാണ് നന്ദനാർ എന്ന് പറഞ്ഞാല്. PC കുട്ടിക്കൃഷ്ണനാണ് നമ്മൾ ഉറൂബ് എന്ന് വിളിക്കുന്നത്. ഇനി R രാമചന്ദ്രൻ നായരനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തുളസീവനം എന്നുള്ള തൂലികാനാമം ആരുടെയാണ്? R രാമചന്ദ്രൻ നായരുടെയാണ്. ആരുടെയാണ്?
ആർ രാമചന്ദ്രൻ നായരുടെയാണെന്ത് തുളസീവനം എന്നുള്ള തൂലികാനാമം. നമ്മളിപ്പോ 4 എണ്ണം പറഞ്ഞു നോക്കാം. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? PC ഗോപാലനാണ്. PC കുട്ടികൃഷ്ണൻ വിളിക്കുന്ന ഉറൂബ് എന്നാണ്. ആർ രാമചന്ദ്രൻ നായർ ആണെങ്കിൽ തുളസീവനം എന്നാണ്. C ഗോവിന്ദ പിഷാരടി ആണെങ്കിൽ ചെറുകാട് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനിയും ഇത്രയും ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഫുൾ ഇതിനകത്തുള്ള എല്ലാ സംഭവം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക. ഒരു ദിവസം 5 എണ്ണം വെച്ചൊക്കെ പഠിക്കട്ടെ, അപ്പൊ പെട്ടെന്ന് തീരുമേ. നമ്മളിപ്പോൾ 4 എണ്ണം പഠിച്ചില്ല, അതുപോലെ 5 എണ്ണം പഠിക്കാൻ നോക്കുക. ഇനിയും വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇതുപോലെ തന്നെ. നോക്കിയേ, എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ മാച്ച് ഫോളോയിങ്ങിനകത്ത് ഇവര് മാച്ച് വെച്ചിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, പറയാം ഏതാണെന്ന്. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളിപ്പോ പറഞ്ഞ എന്തുവാ? നമ്മൾ പറഞ്ഞ നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? PC ഗോപാലനാണ് അല്ലെ. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? PC ഗോപാലനാണ്. ഇത് എന്താ? PC രാമചന്ദ്രൻ അല്ല, തെറ്റാണ്. നന്ദനാർ എന്ന് പറഞ്ഞാൽ PC ഗോപാലനാണ്, PC രാമചന്ദ്രൻ അല്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി നോക്കിയേ, ആനന്ദ് എന്നുള്ള തൂലികാനാമം ആരുടെയാണ്? ആനന്ദ് എന്ന തൂലികാനാമം ആരുടെയാണെന്ന് പറയാമോ? ആരുടെയാണ്? P സച്ചിദാനന്ദൻ കേട്ടോ. K സച്ചിദാനന്ദൻ അല്ല, P സച്ചിദാനന്ദന്റെ ആണെന്ത് ആനന്ദ് എന്നുള്ളത്. K സച്ചിദാനന്ദനാണ് ഓപ്ഷൻ. അതുകൊണ്ട് കറക്റ്റ് ആൾക്കാരുടെ പേരെടുക്കുക കേട്ടോ. അവർ കറക്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. P സച്ചിദാനന്ദനാണ് ആനന്ദ് നോത്തിരിക്കുക. നന്ദനാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നന്ദനാർ എന്ന് പറഞ്ഞാൽ PC ഗോപാലനാണ് കേട്ടോ. PC ഗോപാലനാണ് നന്ദനാർ എന്ന് പറഞ്ഞാൽ. PC ഗോപാലനാണ് നന്ദനാർ എന്ന് പറഞ്ഞാൽ. PC ഗോപാലൻ. ഇനി നോക്കിയേ, T ഉബൈദ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാന്റെ തന്നെയാണ് കേട്ടോ. T ഉബൈദ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാന്റെ തന്നെ എന്ത് സൂര്യനാമമാണെന്ത് T ഉബൈദ് എന്ന് പറഞ്ഞാൽ. വിലാസിനി എന്ന് പറഞ്ഞാൽ MK മേനോൻ തന്നെയാണ് കേട്ടോ. വിലാസിനി എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? MK മേനോനാണ് നോക്കി. അപ്പൊ നമ്മളിപ്പോ 5 or 6 പഠിച്ചില്ലേ? അപ്പൊ അത് കറക്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. വിലാസിനി എന്ന് പറഞ്ഞാൽ ആരാണ്? MK മേനോന്റെ തുല്യനാമമാണത് വിലാസ് എന്ന് പറഞ്ഞാൽ. ആനന്ദിന്റെ എന്താണ്? P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന് പറഞ്ഞാൽ. നന്ദനാഥൽ PC ഗോപാലനാണ്. T ഉബൈദിന്റെ ആണെന്ത് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളത് PC കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉറൂബാണ്. C ഗോവിന്ദ പിഷാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകാടാണ്. ആർ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ തുളസീവനമാണ് നോക്കിയത് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയാൽ പറയാമോ ഏതാണെന്ന്? കളർ സിനിമ ഏതാണെന്ന്? സിനിമയ്ക്കകത്ത് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് പ്രീവിയസ്. അതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻ സിനിമയ്ക്കകത്തുണ്ട്. നമുക്കത് പതുക്കെ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അടുത്തടുത്ത ക്ലാസ് എടുക്കുമ്പോൾ അതനുസരിച്ച് ഈ സിനിമയുടെ പേരും അതുപോലെ തന്നെ അവാർഡൊക്കെ നമ്മൾ ഒരുമിച്ച് പറയത്തില്ല. അത് ഓരോ സെക്ഷൻ വെച്ച് പഠിക്കുക. കാര്യം ആർട്സ് സ്പോർട്സ് എന്നുള്ള കാര്യം നമുക്ക് കുറെ ആൾക്കാരെ പേരായതുകൊണ്ട് എല്ലാം തെറ്റിപ്പോ. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കി, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? നമുക്കറിയാം, കണ്ടം വെച്ച കോട്ട ആട്ടോ. എന്താണ്? കണ്ടം വെച്ച കോട്ട എന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. ഏതാണ്? കണ്ടം വെച്ച കോട്ട. അതാണ് എന്ത്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കേട്ടോ. ഈ ബാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ സൗണ്ട് ഫിലിമാണ്, ശബ്ദ സിനിമയാണ് എന്ത്? ബാലൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ടയാണ്. അപ്പൊ ബാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സൗണ്ട് ഫിലിം ആണ് എന്ത്? ബാലൻ എന്ന് പറഞ്ഞാൽ നോക്കിയാണ്, തെറ്റിക്കരുത്. സിനിമയെ കുറിച്ച് പറയണേ കുറെ ഉള്ളതാണ്. ഒന്ന് പറയാമോ? ഈ പറഞ്ഞിട്ടുള്ള വിഗതകുമാരൻ എന്നുള്ള സിനിമയാണ്. വിഗതകുമാരൻ എന്നുള്ള സിനിമയാണ് മലയാളത്തിലെ ഫസ്റ്റ് സിനിമ കേട്ടോ. എന്താണ്? വിഗതകുമാരൻ എന്നുള്ളതാണ് മലയാളത്തിലെ ഫസ്റ്റ് സിനിമ എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ഫിലിം മാർത്താണ്ഡവർമ്മ എന്നുള്ളതാണ്. അത് കേരളത്തിലെ ആദ്യത്തെ ഹിസ്റ്റോറിക് ഫിലിമാണ് എന്ത്? മാർത്താണ്ഡവർമ്മ എന്നുള്ളത് കേട്ടോ. ഈ പറഞ്ഞ നീലക്കുയിൽ എന്ന് പറഞ്ഞാല് നോക്കിയാ ഫസ്റ്റ് സൗണ്ട് ഫിലിം ആണ് ബാലൻ നോത്തിരിക്കുക. S ഞൊട്ടാണിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ കേട്ടോ. S ഞൊട്ടാണിയുടെ ആണ് എന്ത്? ബാലൻ എന്നുള്ള സിനിമ കേട്ടോ. നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ സിൽവർ മെഡൽ കിട്ടുന്ന മലയാള സിനിമയാണ്. ഉറൂബാണ് ഇതിന്റെ കഥാരചന. നീലക്കുയിലിന്റെ കഥാരചന ആരാണ്? ഉറൂബാണ് നോത്തിരിക്കുക. ഈ പറഞ്ഞ P ഭാസ്കരനും രാമു കാര്യായിട്ടുമാണ് നീലക്കുയില് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചെമ്മീൻ എന്നുള്ള സിനിമ ഞാൻ എന്താ പറഞ്ഞേ? ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയ ഫസ്റ്റ് മലയാള സിനിമയാണെന്ന് ചെമ്മീൻ എന്ന് പറയുമ്പോൾ. ഡയറക്ടർ ആരാണ്? രാമു കാര്യാട്ട് തന്നെയാണ് ഇവിടുത്തെ ഡയറക്ടർ നോത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇസ്മായിൽ സർ. ഇതൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇസ്മായിൽ സാറാണ് പ്രൊഡ്യൂസർ എന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് നോത്താൽ മതി. ഇതാണ് ഇത്രയും സംഭവം എന്ന് പറയുമ്പോൾ. ഇതിനെക്കുറിച്ച് പല ക്വസ്റ്റൻ നോക്കി. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് 3D ഫിലിം എന്താണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് ഫസ്റ്റ് 3D ഫിലിം എന്ന് പറയുമ്പോഴത്തേന്. ഫസ്റ്റ് കളർ ഫിലിം കണ്ടം വെച്ച കോട്ടയാണ്. ഇനിയും എന്താണ് ഫസ്റ്റ് 70mm ഫിലിം പടയോട്ടമാണ്. കുറെ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ.
ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഹിറ്റ്, ജീവിതനൗകയാണ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് നമ്മുടെ സിനിമ എന്നുള്ള സെക്ഷനകത്ത്. കുറച്ചെങ്കിലും ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ആൻസർ നമുക്ക് അറിയാം. മധുരക്കാഞ്ചിയാണ്. നോക്കിക്കട്ടെ, എന്താണ് ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലത്തിലെ കൃതി ഏതാണ്? മധുരക്കാഞ്ചിയാണെന്ന് ഓർത്തിരിക്കണേ. ക്ലിയർ. നെക്സ്റ്റ് നോക്കി. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. ഇനിയാണ് ഈ അവാർഡ് എന്നുള്ള സെക്ഷൻ. അത് ഇന്ന് നമുക്ക് ഈ വയലാർ അവാർഡ് മാത്രം നോക്കുക. കുറേയേറെ അവാർഡ്സ് ഉള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു സിമ്പിൾ ആയിരിക്കും, അതല്ലാത്തവർക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് വയലാർ അവാർഡ് മാത്രമേ പറയത്തുള്ളൂ. നോക്കി, ആദ്യത്തെ വയലാർ അവാർഡിന്റെ പുസ്തകം ഏതാണെന്ന് പറയാമോ? നോക്കുക. ഈ പറഞ്ഞ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷികൾ എന്നൊരു ബുക്കുണ്ട്. ആ പറഞ്ഞ അഗ്നിസാക്ഷികൾക്കാണ് ഫസ്റ്റ് വയലാർ അവാർഡ് കിട്ടുന്നത്. എന്താണ്? അഗ്നിസാക്ഷികൾ എന്നൊരു ബുക്ക് ആർക്കുണ്ട്? നമ്മുടെ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷികൾ എന്നൊരു ബുക്കുണ്ട്. അതിനാണ് നമുക്ക് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടുന്നത്. ഈ പറഞ്ഞ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള ബുക്കാണ് രണ്ടാമത്തെ വയലാർ അവാർഡ് വിന്നർ ആണ് നമ്മുടെ ഇനി ഞാൻ ഉറങ്ങട്ടെ. PK ബാലകൃഷ്ണന്റെ ആണ് കേട്ടോ. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. നോക്കി, ഇതാണ് എന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 1977 നമ്മുടെ വയലാർ അവാർഡ് സ്റ്റാർട്ട് ചെയ്തത്. 1977 ഫസ്റ്റ് വിന്നർ ആരാണ്? ലളിതാംബിക അന്തർജനമാണ്, അഗ്നിസാക്ഷികൾ എന്നുള്ളതാണ്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള ബുക്കിനാണ് രണ്ടാമത്തെ അവാർഡ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോത്തിരിക്കുക. ഈ പറഞ്ഞ ഫുൾ അവാർഡ്സ്, ഈ പറഞ്ഞിട്ടുള്ള ഫുൾ ബുക്കും ആൾക്കാരുടെ പേര് മറന്നേ. കാര്യം ഇതെല്ലാം അവാർഡ് വിന്നിങ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആർക്കാണെന്ന് പറയാമോ? നമുക്കറിയാം 2023 ജീവിതം ഒരു പെൻഡുലം എന്നുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ബുക്കിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഏറ്റവും 2023 വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ജീവിതം ഒരു പെൻഡുലം എന്നുള്ള ശ്രീകുമാരൻ തമ്പിയുടെ വർക്കിനാണ് നോക്കിക്കണേ. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും അറിയാമോ, ഞാൻ കൂടെ എടുത്തെടുത്ത് പറയാത്തെ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ നോക്കുക കേട്ടോ. അപ്പം ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷികൾക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് നോക്കിയിരിക്കുക. ഇപ്പം പറഞ്ഞിട്ടുള്ള ഇനി ഇറങ്ങുന്ന PK ബാലകൃഷ്ണന്റെ ബുക്കാണ്. ഉമ്മാച്ചു ആരുടെ ബുക്കാണ്? ഉമ്മാച്ചു ആരുടെയാണ്? നമുക്കറിയാം ഉറൂബിന്റെ ബുക്കാണെന്ന് ഉമ്മാച്ചു കേട്ടോ. രണ്ടാമൂഴം ആരുടെയാണ്? MD വാസുദേവൻ നായരുടെ വർക്കാണെന്ന് രണ്ടാമൂഴം. ഉമ്മാച്ചു എന്ന് പറഞ്ഞാൽ ഉറൂബിന്റെ ആണ് നോക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഉപലേന്ദ്ര ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാധാകൃഷ്ണന്റെ നോവൽ ഏതാണ്? ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുള്ള 4 TD രാധാകൃഷ്ണൻ നോവലാണ്. ഓപ്ഷനുള്ള 4 TD രാധാകൃഷ്ണൻ നോവലാണ് നോക്കിയിരിക്കുക. ഇതിനകത്ത് ഈ പറഞ്ഞ ഉപലേന്ദ്ര ചാറ്റർജി എന്നുള്ള ക്യാരക്ടർ ഉള്ളത് എവിടെയാണ്? ആൽഫ എന്നുള്ള ബുക്കിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഉപലേന്ദ്ര ചാറ്റർജി എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളത് നോക്കിയിരിക്കുക. ഇതിനകത്ത് ഈ പറഞ്ഞ മാമ ആഫ്രിക്ക എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, അതും TD രാധാകൃഷ്ണന്റെ ആണ്. ഈ പറഞ്ഞ മാമ ആഫ്രിക്ക എന്നുള്ള ബുക്കിനകത്താണ് ഈ പറഞ്ഞ മിറിയം മക്കേബ എന്നുള്ളൊരു സൗത്ത് ആഫ്രിക്കൻ സിംഗർ ഉണ്ട്. പുള്ളി ഗ്രാമി അവാർഡ് വിന്നർ ആണ് പുള്ളിക്കാരി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മിറിയം മക്കേബയെ കുറിച്ച് പറയുന്ന TD രാമകൃഷ്ണന്റെ ബുക്കാണ് ഇത് മാമ ആഫ്രിക്ക എന്ന് പറയുന്നത് കേട്ടോ. ഉപലേന്ദ്ര ചാറ്റർജി ക്യാരക്ടറായിട്ട് വരുന്നത് എവിടെയാണ്? ആൽഫ എന്നുള്ളതാണ്. അപ്പൊ ഓത്തിരിക്കുക. ഈ പറഞ്ഞ പച്ച മഞ്ഞ ചുവപ്പ്, മാമ ആഫ്രിക്ക, ഫ്രാൻസിസ് ഇപ്പിഗോർ, അതുപോലെ ആൽഫ, ഇതെല്ലാം TD രാധാകൃഷ്ണന്റെ നോവൽസ് ആണ് എന്ന് ഓർത്തിരിക്കണേ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ് ഔട്ട് എന്ന് പറഞ്ഞാൽ റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞിട്ടുള്ള എന്താണ് ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു റെസ്ലിംഗ് സെർച്ച് ചെയ്താൽ പോലും ബ്രിഡ്ജ് ഔട്ട് വരത്തില്ല. ബ്രിഡ്ജ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തോ ടാക്ലിംഗ്, എനിക്കറിയത്തില്ല എന്തോ സംഭവം. അത് ഒരു സെക്ഷൻ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ബ്രിഡ്ജ് ഔട്ട് എന്നുള്ള ടേം എന്താണ്? റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഹോക്കി, ബേസ്ബോൾ, റഗ്ബിയെ കുറിച്ചൊക്കെ ഒന്ന് നോക്ക്, എല്ലാം കൂടെ ഒന്നും ഓർത്തിരിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസും ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും എഴുതും. മിക്കവാറും ഒരു 90% ആൾക്കാർ ഇത് എഴുതും. ബാക്കിയുള്ള സംഭവങ്ങളാണ് എഴുതാത്തത്. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. പണ്ഡിതനും തെയ്യൻ കലാകാരനുമായ രാമൻ എന്നുള്ള ആൾക്ക് മണക്കാടൻ ഗുരുക്കൾ എന്ന് പേര് നൽകി ആദരിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. രാമൻ എന്നുള്ള ആൾക്ക് മണക്കാടൻ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ തെയ്യം കലാകാരനാണ്. പുള്ളിക്ക് ചിറക്കൽ തമ്പുരാനാണ് എന്തോ ചെയ്യുന്നത്? പുള്ളിക്ക് മണക്കാടൻ ഗുരുക്കൾ എന്നുള്ള ഒരു സ്ഥാനം നൽകി ആദരിക്കുന്നവരാണ്. ചിറക്കൽ തമ്പുരാനാണ്. നോക്കിക്കുക, എന്താണ് മണക്കാടൻ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ തെയ്യം കലാകാരനാണ്. അവർക്ക് അങ്ങനെയാണ് ചോദിക്കാമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. തെയ്യം കലാകാരനാണ് മണക്കാടൻ ഗുരുക്കൾ.
പുള്ളിക്ക് ചിറക്കൽ തമ്പുരാനാണ് ഈ പറഞ്ഞിട്ടുള്ള മണക്കാടൻ ഗുരുക്കൾ എന്നുള്ള പേര് നൽകി ആദരിക്കുന്നത്. അപ്പം ബ്രിഡ്ജോട് എന്നുള്ള റെസ്ലിയുമായിട്ട് ബന്ധപ്പെടാൻ നോക്കിയിരിക്കുക. എന്താണ് ഉപേന്ദ്ര ചാറ്റർജി എന്നുള്ള കഥാപാത്രം വരുന്നത് ആൽഫ എന്നുള്ള ബുക്കിൽ നിന്നാണ് നോക്കിയത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്ന സ്ഥലനാമങ്ങൾ ഏതാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് നോക്കുക. പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പറഞ്ഞ പടയണി, തെയ്യം, കല എന്നൊരു സെക്ഷനകത്ത് വന്ന് നമ്മുടെ തെയ്യം, ഗദ്ദിക, പടയണി, യക്ഷഗാനം, തിരുവാതിര അതെല്ലാം പഠിക്കണം കേട്ടോ. പറഞ്ഞ തെയ്യം, ഗദ്ദിക, പടയണി, യക്ഷഗാനം, തിരുവാതിര ഇതെല്ലാം പഠിക്കേണ്ടതാണ് കല എന്നുള്ള സെക്ഷനകത്ത് വന്ന്. അതിനകത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പടയണി ഏത് സ്ഥലവുമായി ബന്ധപ്പെടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി എന്ന് പറയാം, പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും ഉള്ളൊരു സംഭവമാണ് പടയണി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് കടമനിട്ടയാണ്, പത്തനംതിട്ടയിലുള്ള കടമനിട്ടയാണ് എന്ത് നമ്മുടെ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് കടമനിട്ടയാണ് നോക്കുന്നത് കേട്ടോ. കടമനിട്ടിലാണ് എന്തുള്ളത് നമ്മുടെ പടയണി എന്ന കലാരൂപം എന്ന് പറഞ്ഞാൽ പടയണി എന്നുള്ള കടമനിട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോക്കിയിരിക്കണേ. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം. ഈ പറഞ്ഞ തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ് പരശനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പെർഫോം ചെയ്യുന്നതാണ് തെയ്യം. എല്ലാ ദിവസവും തെയ്യം പെർഫോം ചെയ്യുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കേട്ടോ. കല എന്നുള്ള സെക്ഷനിക്ക് ഒന്ന് കാണാൻ, ഈ പറഞ്ഞ കലയുടെ ഒന്നും കാര്യം എനിക്ക് കാണാമെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന അതിൻ്റെ ഒരു നോട്ടുണ്ട്, ആ നോട്ടിനകത്ത് ഉള്ള സെക്ഷനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. തെയ്യം എന്നുള്ളത് പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തെയ്യം പെർഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ് ഓർത്തിരിക്കുക. ലാൻഡ് ഓഫ് തെയ്യം എന്ന് വിളിക്കുന്നത് കണ്ണൂരിനാണ് കേട്ടോ. ലാൻഡ് ഓഫ് തെയ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണൂരിനാണ് വിളിക്കുന്നത്. തെയ്യം എന്നുള്ള ആ ഒരു കലാരൂപത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിനെ പറയുന്നതാണ് തോറ്റം എന്ന് പറയുന്നത് എന്താണ് തെയ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് നോക്കി. അപ്പൊ ഈ പറഞ്ഞ പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എന്തോ ചെയ്യുന്നത് തെയ്യം എല്ലാ ദിവസവും പെർഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പടയണി എന്ന് പറഞ്ഞ സൗത്ത് കേരളത്തിലുള്ളതാണ്. കടമനിട്ട ക്ഷേത്രം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷേത്രം. അതുതന്നെ ഓത്തറ ക്ഷേത്രത്തിലും എന്തുണ്ട് ഈ പറഞ്ഞിട്ടുള്ള പടയണി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയിരിക്കണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഞെരളത്ത് രാമപൊതുവാൾ എന്താണ്? ഞെരളത്ത് രാമപൊതുവാൾ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറഞ്ഞാൽ സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് സോപാന സംഗീതം? ഈ പറഞ്ഞ കഥകളി സംഗീതം എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് ജസ്റ്റ് എങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ നോക്കി, ഓർത്തിരിക്കുക. കാര്യം ചോദിച്ചാൽ അറിയത്തില്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കഥകളിയാണെന്ന് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറഞ്ഞാൽ സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ പറഞ്ഞവരെല്ലാം കഥകളി സംഗീതമാണ്. ഞാൻ ഈ PDF തന്നേക്കാമേ. ഓക്കെ, പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള പണ്ഡിത ഭീഷ്മൻ ഗുരുജ് ജോഷി എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് 2022 എങ്ങാണ്ട് UPSC SSC ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അവിടെ എടുത്തിട്ടത് കേട്ടോ. ഈ പറഞ്ഞ പണ്ഡിത് ഭീഷ്മൻ ഗുരുജി ജോഷി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ആണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനകത്തുള്ളൊരു വ്യക്തിയാണെന്ത് പണ്ഡിത് ഭീഷ്മൻ ഗുരുജി ജോഷി. പണ്ഡിത് ഭീഷ്മൻ ഗുരുജി ജോഷി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധപ്പെടാൻ നോക്കിയിരിക്കുക. ഈ പറഞ്ഞ ഞെരളത്ത് രാമപൊതുവാൾ എന്താണ് സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. ഇനി ഇത് നോക്കിയേ. എൻ്റെ വഴിത്തിരിവ് എന്നുള്ളത് ആരുടെ ആത്മകഥയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമേ. എൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ ആരുടെ ആത്മകഥയാണ് പറയാമോ? പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണെന്ത് എൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് എന്താണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണെന്ത് എൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ പറഞ്ഞ തകഴിയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും M ഗോവിന്ദന്റെ ഒക്കെ ആത്മകഥ എന്ന് പറഞ്ഞു നോക്കി. എൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പൊൻകുന്നം വർക്കിയുടെ ആണ്. എൻ്റെ വക്കീൽ ജീവിതവും അതുപോലെ തന്നെ ഓർമ്മയുടെ തീരങ്ങളിലും തകഴിയുടെയാണ്. എന്തൊക്കെയാണ്? എൻ്റെ വക്കീൽ ജീവിതവും ഓർമ്മയുടെ തീരങ്ങൾ എന്നുള്ളതും തകഴിയുടെ ആണെന്ന് ഓർത്തിരിക്കുക. ഓർമ്മയുടെ അറകളാണെങ്കിൽ അത് ബഷീറിന്റെ ആണ്. ഓർമ്മയുടെ തീരങ്ങളാണെങ്കിൽ തകഴിയുടെ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മയുടെ അറകൾ എന്നുള്ള സെക്ഷൻ ആണെങ്കിൽ ബഷീറിന്റെ ആണ് നോക്കിക്കണം, മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. എൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ പൊൻകുന്നം വർക്കിയുടെ വർക്കാണ്, ഓട്ടോബയോഗ്രഫി ആണ് നോക്കിക്കുക. എൻ്റെ വഴിത്തിരിവ് എന്ന് പറയുമ്പോഴത്തേക്കിന് എൻ്റെ വക്കീൽ ജീവിതവും ഓർമ്മയുടെ തീരങ്ങളിലുമാണെങ്കിൽ തകഴിയാണ്. ഓർമ്മയുടെ അറകളാണെങ്കിൽ അത് ബഷീർ ആണ് നോക്കി. ഇതെല്ലാം ഒന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ.
ആ 35 എണ്ണം, ഈ 35 എണ്ണം പഠിക്കാൻ നോക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മാർക്ക് പോയാൽ അങ്ങ് പോകും കേട്ടോ. ഇതുകൊണ്ട് ഈ പറഞ്ഞ ആത്മകഥ ചോദിച്ചാണ്. ആത്മകഥ എന്ന് പറഞ്ഞാൽ EMSന്റെ എന്താണ് ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഓട്ടോബയോഗ്രഫി. ആത്മകഥ എന്ന് പറഞ്ഞാൽ ആരുടെ ബുക്കാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? ആത്മകഥ എന്ന് പറഞ്ഞാൽ. എൻ്റെ നാടക സ്മരണകൾ എന്ന് പറഞ്ഞാൽ PJ ആന്റണിയാണ് ഓർത്തിരിക്കുക. എൻ്റെ കഥ മാധവിക്കുട്ടിയുടെയാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എൻ്റെ വഴുത്തിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? പൊൻകുന്ന വക്കരാണ് ഓർത്തിരിക്കുക. ഇനിയും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഓർമ്മയുടെ തീരങ്ങളാണെങ്കിൽ തകഴിയാണ്, ഓർമ്മയുടെ അറകളാണെങ്കിൽ ബഷീറാണ് നോക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ പറഞ്ഞ അർജുന അവാർഡ് നേടിയ TV പോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ. ഈ TV പോളിന് അവാർഡ് ഇപ്പോഴൊന്നും കിട്ടുന്നില്ല, അത് റീസെന്റ് ആയിട്ട് കിട്ടിയ 1990s കിട്ടുന്നതാണ് TV പോളിന് ഈ അവാർഡ്. പുള്ളി കേരളക്കാരനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്കി, ബോഡി ബിൽഡിങ്ങിലാണ് TV പോൾ എന്നുള്ള വ്യക്തിക്ക് അർജുന അവാർഡ് കിട്ടുന്നത്. നോക്കിയേ, TV പോൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ടോ എന്നാണ്. 1999 ഈ പറഞ്ഞ TV പോളിന് അർജുന അവാർഡ് കിട്ടുന്നത്. മലയാളിയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള അർജുന അവാർഡ് കിട്ടിയ മലയാളികളുടെയൊക്കെ പേര് പഠിക്കാൻ ജസ്റ്റ് ആളും അതിന്റെ ഏത് കായിക ഇനമാണ് പഠിച്ചാൽ നല്ലത്. കാരണം ഇതൊരു റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഈ പറഞ്ഞ TV പോൾ ചോദിച്ചിരുന്നത്. TV പോൾ ആരാണ്? ബോഡി ബിൽഡർ ആണ് നോക്കിയിരുന്നത് കേട്ടോ പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അറിയാത്തവർക്കാണെങ്കിൽ പറയാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ നാഷണൽ സ്പോർട്സ് അവാർഡ് എന്നൊരു സംഭവമുണ്ട്. നാഷണൽ സ്പോർട്സ് അവാർഡിനകത്ത് വരുന്ന പലതരം അവാർഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ അർജുന അവാർഡ്. മനസ്സിലായോ? നാഷണൽ സ്പോർട്സ് അവാർഡിനകത്ത് വരുന്ന പലതരം അവാർഡിനകത്ത് ഒരു അവാർഡാണ് അർജുന അവാർഡ്. അതിനകത്ത് ഈ പറഞ്ഞ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡുണ്ട്, അർജുന അവാർഡുണ്ട്. നോക്കി, ദ്രോണാചാര്യ അവാർഡുണ്ട്, ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം കാറ്റഗറി ഉണ്ട്, ധ്യാൻചന്ദ് അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി 2000. ഇത്രയും ചേർന്നതാണ് എന്ത് നമ്മുടെ നാഷണൽ സ്പോർട്സ് അവാർഡ് എന്നുള്ള സെക്ഷൻ. 2023 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ വിന്നേഴ്സിന്റെ ലിസ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക. അതിനകത്ത് മെയിനായിട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും അവാർഡും ഈ നാഷണൽ സ്പോർട്സ് അവാർഡിന് അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഓരോ അവാർഡും നോക്കിയിട്ട് ആർക്കെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരുണ്ടോ നോക്കിയിട്ട് അത് പഠിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള TV പോൾ എന്ന് പറഞ്ഞാൽ റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് എല്ലാവരുടെയും പടമൊന്നും വെച്ചിട്ടില്ല. ഇതിനകത്ത് ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കുക. ഇതാണ് TV പോൾ എന്ന് പറഞ്ഞാൽ അർജുന അവാർഡ് കിട്ടിയ പുള്ളി ബോഡി ബിൽഡർ ആണ് നോക്കിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതെടുക്കുന്നില്ല. ഈ പറഞ്ഞ തകഴിയുടെ അവാർഡ് അടുത്ത ദിവസം പഠിച്ചാൽ കാര്യം നമ്മൾ ഈ പറഞ്ഞ വയലാർ അവാർഡ് പഠിച്ചതല്ലേ. അപ്പൊ അതിന്റെ കൂടെ തകഴിയുടെ പഠിച്ചു കഴിഞ്ഞാൽ ഓത്തിരിക്കത്തില്ല പുതിയതായിട്ടുള്ളവർക്ക് കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത്. നോക്കപ്പം തകഴിയുടെ അവാർഡ് നമുക്ക് നാളെ എടുക്കാം. ഇനിയുണ്ട് ഓടക്കുള്ള അവാർഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഓത്തിരിക്കുക ആദ്യത്തെ വയലാർ അവാർഡ് ആക്കായിരുന്നു അറിയാം. അഗ്നി സാക്ഷികൾ എന്നുള്ള നോവലിന് നമ്മുടെ ലളിതാംബിക അന്തർദിനത്തിനാണ് ഫസ്റ്റ് വയലാർ അവാർഡ് കിട്ടുന്നത്. 1977 ഫസ്റ്റ് അവാർഡ്. 2023 വിന്നർ ആരാണ്? ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള ബുക്കിനാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആണ്. ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഈ പറഞ്ഞ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ സെക്ഷൻ എടുക്കാറില്ല ഞാൻ സാധാരണ. നമ്മൾ എടുക്കുകയാണ് കാര്യം 5 മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മാക്സിമം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫുൾ പഠിക്കുക. പിന്നെ അത് നോക്കുമ്പോൾ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഫാക്ട്സും പഠിച്ചു വിടും. കാര്യം 5 മാർക്ക് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നമ്മളെന്നും 9 PM ക്വിസ് നടത്തുന്നതാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ഞാൻ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത്രയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ LGSന്റെ സ്റ്റഡി ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതിന്റെ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ. ഞാൻ പെട്ടെന്ന് നാളെ മറ്റന്നാളത്തോട് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.